ഹായ് നമസ്കാരം. ഞാൻ സിംഗപ്പൂരാണ് കേട്ടോ. സിംഗപ്പൂരിലെ ഒരു അടിപൊളി കാഴ്ച കാണിച്ചത് അതാണ് ഒബ്സർവേഷൻ ഡെസ്ക്കാണ്. അപ്പോൾ ഇത് മറീന ബേ സാൻഡ് ഹോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്കൊരു $34 കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റിലുള്ള ബ്യൂട്ടി കാണാനായിട്ട് പറ്റും. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ സിംഗപ്പൂർ വരികയാണെങ്കിൽ അവിടെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്, ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോട്ട് തരും. പരമാവധി നൈറ്റിലുള്ള സ്ലോട്ട് എടുക്കുന്നതാണ് നല്ലത്. നൈറ്റുള്ള സ്ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ പോകുന്നുണ്ട്, അങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം. സിംഗപ്പൂർ യാത്രയിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ കാണുന്നത് മറീന ബേയിലെ മറീന ബേ സാൻഡ് ഹോട്ടലിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഇത് സിംഗപ്പൂരിൻ്റെ ഹൃദയം എന്നാണ് പറയുന്നത് ഈ ഒരു ഏരിയയെ. ഒപ്പം തന്നെ ഈ ഒരു ഹോട്ടൽ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായ ഹോട്ടലുകളിൽ ഒന്നാണ്. ഇവിടെ ഒരു ദിവസത്തെ താമസത്തിന് 65,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ താരിഫ് വരുന്നത്. നമുക്കിവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺലൈൻ സൈറ്റിൽ പോയിട്ട് നേരിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിതൊന്നും അല്ല എടുക്കുന്നത്. നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ഒബ്സർവേഷൻ ഡെസ്കിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ ഭംഗി, ഈ ഹോട്ടലിൻ്റെയും ഒപ്പം തന്നെ സിംഗപ്പൂരിൻ്റെ നൈറ്റ് വ്യൂവും കാണാനായിട്ട് പോവുകയാണ്. 34 സിംഗപ്പൂരിയൻ ഡോളറാണ് ഇതിൻ്റെ ഒരു ചിലവ് വരുന്നത്. അപ്പോൾ ഞാനതിന് എൻട്രി ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ എടുത്തിരുന്നു ഓൺലൈനിൽ നിന്ന്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് പോകണം. ടോപ്പ് ഫ്ലോറിലേക്ക് 54ാമത്തെ ഫ്ലോറിലാണ് ഇതിൻ്റെ ഒരു ടോപ്പ് നമ്മൾ ഒബ്സർവേഷൻ ഡെസ്ക് ഉള്ളത്. നമുക്ക് അവിടെ പോയിട്ട് സിംഗപ്പൂരിൻ്റെ നൈറ്റ് ബ്യൂട്ടി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹായ്, ഞാനേ സിംഗപ്പൂർ വന്നിട്ട് സിംഗപ്പൂർ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിൻ്റെ മുകളിലാണ്. 54ാമത്തെ നിലയിൽ ഹോട്ടൽ നമുക്ക് വളരെ ഫേമസ് ആയിട്ടൊരു ഹോട്ടലാണ് സിംഗപ്പൂരിലെ മറീന ബേ സാൻഡ് ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ 54ാമത്തെ നിലയിലുള്ള ഒബ്സർവേറ്ററി ഡെസ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. സിംഗപ്പൂരിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഈ 34 സിംഗപ്പൂരിയൻ ഡോളറാണ് ഇവിടത്തേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. എനിക്ക് വൈകുന്നേരത്തെ ഒരു 7 മണിയുള്ള ടൈമാണ് തന്നത്. 7 മണിക്കുള്ള വ്യൂ ആണ്. സൺസെറ്റ് മഴയുള്ളതുകൊണ്ട് സൺസെറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിൽ കൂടി ഞാൻ ഫുള്ളായിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നോക്കിയോ. ശരിക്കും ഇതാണ് നമ്മുടെ മറീന ബേ സാൻഡിൻ്റെ 54ാമത്തെ നിലയിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. താഴെ കാണുന്നതെല്ലാം സിംഗപ്പൂരിൻ്റെ ഹൃദയഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വൈകുന്നേര കാഴ്ചകളായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യൂവിൽ കാണാനായിട്ട് കഴിയുന്നത്. ഈ താഴെ റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അതിന് താഴെയുള്ള സൂപ്പർ ട്രീ എന്ന് പറയുന്ന ഒരു നൈറ്റ് വൈബും അതുപോലെ തന്നെ നൈറ്റ് വാക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. അത്യാവശ്യം നമ്മുടെ നാട്ടിൽ 5,000 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അതിൻ്റെ പുറകുവശത്ത് കാണുന്നത് ഇവിടുത്തെ ബോട്ടുകളും അതുപോലെ തന്നെ ഷിപ്പുകളൊക്കെ എടുക്കുന്ന പോർട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഭംഗി, ഇത് സായാഹ്നത്തിലെ ഭംഗിയാണെങ്കിൽ രാത്രിയുടെ ഭംഗിക്ക് കുറേ കൂടെ വ്യൂ ആണ് ഇവിടെ. അപ്പോൾ അതുകൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് സിംഗപ്പൂരിൻ്റെ മറീന ബേയുടെ ഒരു ഭംഗി ഇതാണ്. ശരിക്കും നമുക്ക് സിംഗപ്പൂർ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ വിസിറ്റ് ചെയ്യുക. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീല് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിംഗപ്പൂരിൻ്റെ മറീന ബേയിലെ ഈ ഒരു ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.